2006 വരെ അയ്യങ്കാളിയെ ആരും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുള്ള പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അത് ആ സമൂഹം ഏറ്റെടുത്തു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ സാംസ്കാരിക സമ്മേളനം നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഈ ജാഥകൾ കടന്നു വന്നത് വളരെ വൈകിയാണ്. വിവിധ തലങ്ങളിൽ 3 ജാഥ, അതുപോലെ തന്നെ ലാൽകുമാറും സുജാതയും അടക്കമുള്ളതാണ്. ആ ജാഥ നേരത്തെ പറഞ്ഞതുപോലെ തമസ്കരിക്കപ്പെട്ടവരുടെ ആ ചരിത്ര മണ്ണുകളിൽ നിന്നാണ് ഈ ജാഥകൾ കടന്നു വന്നിട്ടുള്ളത്. അതൊന്നും സംഗമിച്ചു. നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് 3 മേഖലകളിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ പറഞ്ഞതുപോലെ ഗീതങ്കന്റെയും മങ്ങേരിയുടെയും ആറാട്ടുപുഴ വേലായുധപ്പടിക്കലുടെയും സ്മരണകൾ ഉയർത്തിക്കൊണ്ട് സാമൂഹ്യ സമത്വത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും ഭാവി പോരാട്ടത്തിൻ്റെയും ആശയങ്ങൾ നാട്ടിൽ പ്രദാനം ചെയ്ത് എത്തിച്ചേർന്ന പതാക കൊടിമര ദീപശിഖ ജാഥകളുടെ സമാപനമാണ് ഭാഗമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു സംഘടനയായി പ്രിയപ്പെട്ട പുന്നല ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ KPMS വളർന്നിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നലകളിൽ ഉള്ള KPMSൽ നിന്ന് ഒരുപാട് മാറ്റപ്പെട്ട ഒരു KPMSനെയാണ് ഞാനിന്ന് ദർശിക്കുന്നത്. അതിൻ്റെ കാരണം അസംഘടിതമായ ഒരു ജനവിഭാഗത്തെ സംഘടിതരാക്കാനും ചരിത്രബോധമുള്ളവരാക്കി അവരെ നിർത്താനും അവർക്ക് നിഷേധിക്കപ്പെട്ടതെല്ലാം തിരികെ എത്തിക്കാനും സാമൂഹ്യ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്തപ്പെട്ട അവരെ അതിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും ഈ സംഘടന കൊടിക്കീഴിൽ ധർമ്മവും നീതിയും സഹവർത്തിത്വവും സ്നേഹവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ കരുത്തുറ്റ ഒരു പരിപാടിയും ഒരു ഭരണഘടനയും ഒരു സംഘടനാ സംവിധാനവും കേരളത്തിൽ ബഹുമാന്യായ പുന്നല ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു മാറ്റത്തിൻ്റെ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി നിങ്ങൾ മാറി എന്നത് പറയുന്നത് എന്നെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും നിങ്ങൾ ഒരുമിച്ച് കാണുന്നു എന്നതാണ് ഏറ്റവും വലിയ അഭിമാനകരമായ. അതിൽ മതേതര മൂല്യങ്ങൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. വ്യത്യസ്ത മതവിശ്വാസങ്ങൾ, ജാതി സമുദായ വിഭാഗങ്ങൾ, വ്യത്യസ്ത ചിന്താധാരകൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്തങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും ഒരു നാട്ടിൽ എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KPMS. രണ്ടാമത്തെ കാര്യം, മാനവികതയ്ക്ക് വലിയ പ്രാധാന്യം KPMS നൽകുന്നു. മനുഷ്യനാണ് ഏറ്റവും വലുത്. മനുഷ്യന് ഈ ലോകത്ത് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള കരുത്തുണ്ടാകണം. എല്ലാ മതങ്ങളെയും സൃഷ്ടിച്ചത് മനുഷ്യനാണ്. എല്ലാ മതങ്ങളും ദൈവങ്ങളെ സൃഷ്ടിച്ച് എല്ലാവരും ചേർന്ന് ഈ ലോകത്തെ ഇല്ലാതാക്കുകയല്ല വേണ്ടത്. മാനവികതയ്ക്കാണ് 1ാം സ്ഥാനം എന്ന് KPMS ഉദ്ഘോഷിക്കുന്നു. നവോത്ഥാന മൂല്യങ്ങൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ വ്യാപ്തിയിലും അടിയുറച്ച് വിശ്വസിക്കുകയും ധീരമായ നിലപാടുകൾ സ്വീകരിക്കുകയും നവോത്ഥാന മൂല്യങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പോരാടുകയും അതിൻ്റെ ഭാഗമായി ഈ ഒരു സമ്മേളനം തീർച്ചയായിട്ടും അത്തരമൊരു ലക്ഷ്യം കൂടുതൽ
ആർജവത്തോടെ നടപ്പാക്കാൻ ഇടവരുത്തുന്ന തീരുമാനങ്ങളിലേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിനും ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യമായും എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിനമായും ഞാൻ കാണുന്നു എന്ന് പ്രത്യേകമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിഘടിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിന് ശക്തി ആർജിക്കാനോ വിമോചനത്തിന്റെ സദ്ഫലം അനുഭവിക്കാനോ ഒരിക്കലും ആവില്ല എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ആകണം എന്ന് വിഘടിച്ചു നിൽക്കാൻ പാടില്ല എന്നും വിമോചനത്തിന്റെ സദ്ഫലം അനുഭവിക്കാൻ സംഘടിതരാകണമെന്നും അതിന് ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസമാണെന്നും ഈ ലോകത്തോട് പറഞ്ഞ മഹാനായ അയ്യങ്കാളിയെ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഞാൻ സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചോദിതമാകട്ടെ എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. നിലവിലെ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ സാഹചര്യം, ഇന്നലകളിലെ സാഹചര്യം, പിന്നോക്ക ദളിത് ജനവിഭാഗം ഒത്തൊരുമിപ്പിന് വേണ്ടി പോരാടേണ്ട ഒരു കാലമായിട്ടാണ് ഞാൻ കാണുന്നത്.